1973 പുറത്തിറങ്ങിയ ഗായത്രി എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ശ്രീ മലയാറ്റൂർ രാമകൃഷ്ണനായിരുന്നു. ശ്രീ PN മേനോൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൻ്റെ ഗാനവിഭാഗം കൈകാര്യം ചെയ്തത് വയലാർ ദേവരാജൻ ടീമാണ്. ഗായത്രിയിലെ പത്മതീർത്ഥമേ ഉണരൂ എന്ന ഗാനം ശ്രീ യേശുദാസിന് ആ വർഷത്തെ മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്തു. ഒരു അഗ്രഹാര പശ്ചാത്തലത്തിന് അനുയോജ്യമായ രീതിയിലായിരുന്നു വയലാർ ഗാനരചന നടത്തിയിരുന്നത്. ഈ ചിത്രത്തിലെ മനോഹരമായൊരു പ്രണയഗാനമാണ് തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, നിന്റെ അരഞ്ഞാണ ചരടിലെ ഏലത്തിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ, അനംഗമന്ത്രമുണ്ടോ? തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ. ചേലയും ചുറ്റി നീ മുടിയുലമ്പിക്കൊണ്ടു നിന്നപ്പോൾ ഇന്നു മുഖമൊന്നുയർത്താതെ മുങ്ങുമ്പോൾ പത്മതീർത്ഥത്തിലെ പാതി വിരിഞ്ഞൊരു പവിഴ താമരയായിരുന്നു. കടവിൽ വന്നൊരു നുള്ളു തരാനെൻ്റെ കൈതരിച്ചു. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ. പുലരിപ്പൂമുഖമുറ്റത്തു കാലത്തു പുറം തിരിഞ്ഞിന്നു നീ നിന്നപ്പോൾ, നീ അരിപ്പൊടിക്കോലങ്ങൾ എഴുതുമ്പോൾ അഗ്രഹാരത്തിലെ ആരും കൊതിക്കുന്നോരഴകിൻ വിഗ്രഹമായിരുന്നു. അരികിൽ വന്നൊരു പൊട്ടുകുത്താൻ ഞാൻ ആഗ്രഹിച്ചു. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ. തുളുമ്പും പാൽക്കുടം അരയിൽ വച്ചു നീ തൊടിയിലേകാകിയായി വന്നപ്പോൾ, നിന്റെ ചൊടികളിൽ കുങ്കുമം കുതിരുമ്പോൾ നിത്യരോമാഞ്ചങ്ങൾ കുത്തുന്ന കുമ്പിളിൽ നിറയെ ദാഹങ്ങളായിരുന്നു. ഒരു പൂണൂലായി പറ്റിക്കിടക്കാൻ ഞാൻ കൊതിച്ചു നിന്നു. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, നിന്റെ അരഞ്ഞാണ ചരടിലെ ഏലത്തിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ, അനംഗമന്ത്രമുണ്ടോ? തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ. 1962 പുറത്തിറങ്ങിയ ആലയമണി എന്ന ചിത്രം കണ്ണദാസൻ, വിശ്വനാഥൻ രാമമൂർത്തി ടീമിൻ്റെ മനോഹരമായ ഗാനങ്ങൾ കൊണ്ട് ധന്യമായിരുന്നു. ഇതിൽ TM സൗന്ദരരാജൻ ആലപിച്ച കല്ലെല്ലാം മാണിക്യ കല്ലാകുമ എന്ന മനോഹരമായൊരു ഗാനമുണ്ട്. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതുവരെ അടിപൊളി ഗായികയായി മാത്രം അറിയപ്പെട്ടിരുന്ന ശ്രീമതി LR ഈശ്വരി
മനോഹരമായൊരു ഹമ്മിങ് മാത്രമാണ് ഈ ഗാനത്തിൽ പാടിയിരിക്കുന്നത്. നമ്മളെല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് സംഗീത സംവിധായകരായ വിശ്വനാഥ രാമമൂർത്തി LR ഈശ്വരിക്ക് ഇങ്ങനൊരു പുതിയ മുഖം കൊടുക്കുകയുണ്ടായി. മായാമാളവഗോള രാഗത്തിൻ്റെ എല്ലാ മനോഹാരിതയും ഉൾക്കൊണ്ട കല്ലെല്ലാം മാണിക്യ കല്ലാകുമാ கல்லெல்லாம் மாணிக்க கல்லாகுமா, கலையெல்லாம் கண்கள் சொல்லும் கலையாகுமா. கல்லெல்லாம் மாணிக்க கல்லாகுமா, கலையெல்லாம் கண்கள் சொல்லும் கலையாகுமா. சொல்லெல்லாம் தூய தமிழ் சொல்லாகுமா, சுவையெல்லாம் இதழ் சிந்தும் சுவையாகுமா. சொல்லெல்லாம் தூய தமிழ் சொல்லாகுமா, சுவையெல்லாம் இதழ் சிந்தும் சுவையாகுமா. கல்லெல்லாம் மாணிக்க கல்லாகுமா, கலையெல்லாம் கண்கள் சொல்லும் கலையாகுமா. கன்னித்தமிழ் தந்ததொரு திருவாசகம், கல்லை கனி ஆக்கும் உந்தன் ஒரு வாசகம். கன்னித்தமிழ் தந்ததொரு திருவாசகம், கல்லை கனி ஆக்கும் உந்தன் ஒரு வாசகம். உண்டென்று சொல்வதுந்தன் கண்ணல்லவா, வண்ண கண்ணல்லவா. உண்டென்று சொல்வதுந்தன் கண்ணல்லவா, வண்ண கண்ணல்லவா. இல்லை என்று சொல்வதுந்தன் இடை அல்லவா, மின்னல் இடை அல்லவா. கல்லெல்லாம் மாணிக்க கல்லாகுமா, கலையெல்லாம் கண்கள் சொல்லும் கலையாகுமா. கம்பன் கண்ட சீதை உந்தன் தாயல்லவா, காளிதாசன் சகுந்தலை உன் சேயல்லவா. கம்பன் கண்ட சீதை உந்தன் தாயல்லவா, காளிதாசன் சகுந்தலை உன் சேயல்லவா. அம்பிகாபதி அணைத்த அமராவதி மங்கை அமராவதி. அம்பிகாபதி அணைத்த அமராவதி மங்கை அமராவதி. சென்ற பின்பு பாவலர்க்கு நீ ஏகதி, என்றும் நீ ஏகதி. கல்லெல்லாம் மாணிக்க கல்லாகுமா, கலையெல்லாம் கண்கள் சொல்லும் கலையாகுமா.